ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നല്ല ആഘോഷത്തോടെ കഴിച്ചില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും നല്ല ആഘോഷത്തോടെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇതിൽ അങ്ങനെ കുറേ പാചകങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളാം കേട്ടോ. അല്ല, ഞാൻ ഇതിൽ റെസിപ്പികളായിട്ടൊന്നും കാണിക്കണമെന്നില്ല, അതൊക്കെ മുന്നേ കാണിച്ചത് തന്നെയായിരുന്നു. പിന്നെ പെരുന്നാൾ വിശേഷങ്ങൾ അങ്ങനെ കാണിക്കാമല്ലോ വിചാരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സമയമില്ലാത്ത സമയത്ത് കണ്ടിട്ട് സമയം കളയണ്ട, അപ്പോൾ അത് കാരണമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടോളൂ, അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് രാവിലെ ചിക്കൻ കറിയും പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൈപ്പത്തിരി ഉണ്ടല്ലോ, കൈപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ പണികൾ എടുത്തിട്ടുണ്ടായിരുന്നു. തലേദിവസം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം നോമ്പായ കാരണം എനിക്ക് മൈഗ്രൈൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ തലേദിവസം ഒന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാളിന് രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ഒരു 4:30 4:45 ആ സമയത്ത് എണീറ്റിട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് നമ്മൾ മേടിച്ചില്ല, പള്ളിക്ക് നിന്നൊക്കെ നമുക്ക് ഗൃഹത്തിൻ്റെ ഇറച്ചി കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ആ ഇറച്ചി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ചിക്കൻ തന്നെയാണ് കേട്ടോ, രാവിലേക്കും ഉച്ചക്കിലേക്കൊക്കെ ചിക്കൻ തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി സബോളയും വഴറ്റിയെടുത്തു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഗരം മസാലകളെല്ലാം കൂടിയിട്ട് ചതച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചതച്ചെടുക്കുകയും ചെയ്യുക. അപ്പോൾ അത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടതിൻ്റെ ശേഷം ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട്, അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നാളികേരം അരക്കണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേനും ഞാൻ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേനും ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം, പിന്നെ ചെറിയുള്ളി, അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിൻ്റെ ശേഷം നമ്മുടെ പത്തിരിപ്പൊടിയും പിന്നെ കുറച്ച് പുട്ടുപൊടിയും കൂടിയിട്ടാണ് ഞാൻ ഒന്ന് വാട്ടിയെടുക്കുന്നത്. നമുക്ക് നന്നായി കുഴച്ചെടുക്കാനും പിന്നെ തരിപ്പ് വേണമല്ലോ കൈപ്പത്തിരി ആകുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അതിരുന്ന് ചൂടാറട്ടെ. അത് ചൂടാറി വരുമ്പോഴത്തേനും നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്, എനിക്ക് ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ചെറുള്ളി. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കറി ഒന്ന് വെള്ളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ള കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചതിൻ്റെ ശേഷം നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ നാളികേരം അരച്ചതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലേക്ക് മാത്രം മതിയില്ല, കാരണം കുറച്ച് കറി തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് കറിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടുപത്തിരി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പരത്തുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ സമയവും ഇല്ലല്ലോ, നമുക്ക് രാവിലെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വരണമല്ലോ. അപ്പോൾ ഇതാ ഓയിലൊക്കെ ചൂടായി വന്നതിൻ്റെ ശേഷം ഇതാ നമ്മുടെ വെളിച്ചെണ്ണപ്പത്തിരി, വട്ടുപത്തിരി, അങ്ങനെ പല പേരുകളും പറയില്ല. അപ്പോൾ ഞങ്ങളിവിടെ കൂടുതലായിട്ട് പറയുക വട്ടുപത്തിരി എന്നാണ് കേട്ടോ. അപ്പോൾ അതായിട്ട് വന്നിട്ടുണ്ട്. നന്നായി ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ മോനിക്ക് കൈപ്പത്തിരി ഇഷ്ടമല്ല കേട്ടോ, എന്നാൽ അമ്മക്ക് കൈപ്പത്തിരി വേണം. അപ്പോൾ ഞാനിത് രണ്ടിനും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി നടക്കുകയും ചെയ്യുമല്ലോ. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എന്തായാലും ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തലേദിവസം നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് വേഗം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ വട്ടുപത്തിരി അങ്ങനെ ആക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കൈപ്പത്തിരി. അപ്പോൾ ഞാൻ കൈപ്പത്തിരി കയ്യിൽ വെച്ചിട്ടല്ല കേട്ടോ പരത്തും, എനിക്ക് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പരത്താൻ അറിയില്ല. ഇവിടെ ഉമ്മമ്മൊക്കെ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തും. അതുപോലെ എൻ്റെ അവിടുത്തെ ഉമ്മയും പരത്തിയിരുന്നു കേട്ടോ കയ്യിൽ വെച്ചിട്ട്. ഉമ്മ ഇപ്പം മരണപ്പെട്ടു പോയി. ഉമ്മ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കും. അതുപോലെ അനിയത്തിര ഉമ്മയും ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല, ഞാനത് കവറിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ടാണ് എടുക്കുക. അവരുണ്ടാക്കുന്ന പത്തിരി അത്ര ഒന്നും എത്തിയില്ലെങ്കിലും നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് ചുട്ടെടുക്കാനാണ് കേട്ടോ കുറച്ച് പാട്. നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരത്തിയെടുക്കാം, പക്ഷെ ഇത് ചുട്ടെടുക്കുമ്പോൾ അങ്ങനെ നന്നായി അതിൻ്റെ ശേഷം മാത്രമേ ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ അത് നമ്മുടെ പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് കായം പുരട്ടി വെക്കാം. ചിക്കൻ ഞാൻ നേരത്തെ കായം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കായം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട്, അപ്പോൾ അത്ര മാത്രം ആക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ചിക്കനിലിട്ടിട്ട് ഒന്ന് പരട്ടി വെക്കാറുള്ളത്. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് ഇരിക്കുമല്ലോ, പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഞാൻ കാണിക്കണില്ല. ഈ ഒരു ചില്ലി ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കി അടിപൊളിയാണ്, വേണ്ടവരൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നമുക്ക് തലേദിവസം തന്നെ കായം പറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, നോമ്പായിരുന്നു. അപ്പോൾ അതിന് മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് കാരണം നല്ല തലവേദനയായിരുന്നു. പിന്നെ അപ്പോൾ ഇന്നലെ രാത്രി ആകുമ്പോൾ ഒന്നും ചെയ്ത് വെച്ചില്ല, ഒക്കെ ഇന്ന് രാവിലെ തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാം ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കാരണം കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു 9 മണിയാകുമ്പോഴത്തേനും ഒരുവിധം എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചിക്കൻ കറി ഇതാക്കിയിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മുടെ പത്തിരിയും വട്ടുപത്തിരി. അപ്പോൾ വട്ടുപത്തിരി ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. പത്തിരി അത് ഇനി നാളേക്ക് വെക്കണ്ടല്ലോ, നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ളത് മാത്രമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വട്ടുപത്തിരി ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു 5-8 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 4 കൈപ്പത്തിരി. അപ്പോൾ അതാ കൈപ്പത്തിരി കവർ പത്തിരി എന്ത് പേരാ പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കൈപ്പത്തിരി അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ സ്നേഹത്തോടൊക്കെ ഉണ്ടാക്കി തന്നെ അത്രയ്ക്ക് ഇല്ലെങ്കിലും ഒരുവിധമൊക്കെ ആ ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ നാളികേരപ്പാലും അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണല്ലോ അത് ഉണ്ടാക്കി കഴിക്കുക, ഉണ്ടാക്കിയിട്ടല്ലല്ലോ ഒഴിച്ചിട്ട് കഴിക്കുക. അപ്പോൾ അതവിടെ ചിക്കൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കണം. അപ്പോൾ അത് നാളികേരം, പിന്നെ കുറച്ച് ബീട്രൂട്ട്, മല്ലിയില, ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക്, ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അധികം പണികളൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നത് ഞാനിവിടെ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അത്രയും ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല, അത്രയും ഒരു പിങ്ക് കളറായതുകൊണ്ട്. അപ്പോൾ ഇനി ചമ്മന്തി അരക്കുമ്പോൾ, ബിരിയാണിക്കൊക്കെ ചമ്മന്തി അരക്കുമ്പോൾ കുറച്ച് ബീട്രൂട്ടും കൂടി ഒന്ന് ഇട്ട് നോക്കി നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ മല്ലി ചെപ്പ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഈ ഒരു കളറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണേ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണില്ലേ, കണ്ടില്ലേ, നല്ലൊരു കളറാണില്ലേ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു കളർ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാലൊന്നും ഇങ്ങനത്തെ ഒരു കളർ കിട്ടില്ല, നല്ല ഡ്രസ്സുള്ള കളറാണ്. പിന്നെ പായസം ഞാൻ അരിപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബിരിയാണി അരി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി അരി നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 4 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ആ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക, അരിച്ചൊഴിക്കണം. ഇതിൽ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്ക് പാൽ ഒഴിച്ചിട്ടുള്ള പായസത്തിനോട് അങ്ങനെ ഇഷ്ടമല്ല, നാളികേരപ്പാലുള്ള പായസത്തിനാണ് ഇഷ്ടം. അത് കാരണം കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ വെച്ച് നാളികേരപ്പാൽ എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അത് ആ പാലൊക്കെ ഒഴിച്ച് ഒന്ന് കുറുകി വന്നതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഏലക്കും കൂടി പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കണ വെച്ചിട്ട് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചതാട്ടെ. പിന്നെ വയ്യാത്ത കാരണം പുഡിങ്ങും ഉണ്ടാക്കിയില്ല, ഇഞ്ചിക്കറി ഉണ്ടാക്കിയില്ല, പിന്നെ എന്താ അച്ചാർ ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. ഒക്കെ ഇന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് അരിപ്പായസങ്ങളും ഉണ്ടാക്കുക, ഒരു മധുരത്തിന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഇതാ ആദ്യത്തെ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കത് ഓഫാക്കാം കേട്ടോ. പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിറച്ച ആൾക്കാർ വേണം. ഇവിടെ ആരും ഇല്ലല്ലോ, ഞാനും ഉമ്മയും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ അനിയത്തി മക്കളോ അല്ലെങ്കിൽ ഉപ്പ അവിടെ ആരും ഇല്ല, എല്ലാവരും പുറത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് എല്ലാവരും എത്തും. അപ്പോഴാണ് ശരിക്കും വീട്ടിലത്തെ പെരുന്നാൾ. അപ്പോൾ അതാ ഉള്ളി കുറച്ച് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് വേഗം ആവാൻ വേണ്ടിയിട്ട് തക്കാളി സബോളയും കുക്കറിൽ വെച്ചിട്ടൊരു വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വേഗം വഴറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഗരം മസാലപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ബിരിയാണി ആയാലും ചിക്കൻ കറി ആയാലും അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അപ്പുറത്ത് ചതക്കുകയും ചെയ്യുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മസാല ഒരു കളറ് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മഞ്ഞ കളറാണല്ലോ, അപ്പോൾ ഒരു ചെറിയൊരു ചുവപ്പ് കളറാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്കുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ പൊരിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഞാൻ പറയണ പോലെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഓയിലിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേറെ ടേസ്റ്റ് ആയിട്ടാണ് വരിക. അതുപോലെ ഞങ്ങൾ ഈ ഭാഗത്ത് പുതിന ഇടാറില്ല കേട്ടോ. ഇവിടെ മല്ലിയില മാത്രം ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അത് കാരണം എനിക്ക് പുതിന ഇട്ട ബിരിയാണിയോട് അങ്ങനെ വലിയ താല്പര്യം തോന്നാറില്ല. നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കഴിച്ചതുകൊണ്ടാവും എന്താണെന്നറിയില്ല, ഞങ്ങളിവിടെ ബിരിയാണിയിൽ മല്ലിയില മാത്രമേ ഇടാറുള്ളൂ. ഇനിയൊന്ന് ഒരു 5-10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഈ ഒരു ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. തിളപ്പിക്കല്ലേ ഒന്ന് അതന്നെ അങ്ങനെ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ അതാ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ബിരിയാണി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി പൊരിച്ച ഡാൽഡയും പിന്നെ ഇതാ നെയ്യും കൂടിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ മസാല ഇട്ട് കൊടുത്തു, അതിൻ്റെ മീതെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് പരത്തിയതിൻ്റെ ശേഷം കുറച്ച് ഡാൽഡ ഒഴിച്ച് ഡാൽഡ അല്ല RKG ഒഴിച്ച് കൊടുത്തു, നെയ്യ് ഒഴിച്ച് കൊടുത്തു.
അതിൻ്റെ മീതത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നമ്മുടെ ഉള്ളി പൊരിച്ചതും മല്ലിയില എല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ആ ചിക്കൻ്റെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മീതെ ബാക്കിയുള്ള റൈസും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ തൈരും കൂടി ആട്ടോ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് ഉള്ളി പൊരിച്ചതും മല്ലിയിലയും ഒക്കെ കൂടി അങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ദമ്മിടാം. അപ്പോൾ ഞാൻ എന്താ തീക്കനലാണ് കോരി ഇടുന്നത്. ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തീക്കനൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലും അടിയിൽ ഇതുപോലെ തീക്കനലിട്ടിട്ട് ഒന്ന് നമ്മൾ ദമ്മിട്ട് എടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് പ്രത്യേക ഒരു രസം കൂടുതലാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ ബിരിയാണി നമ്മൾ ഈ ബിരിയാണി പോട്ടിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ രുചിയുണ്ട്, എന്നാലും നമ്മൾ ഈ തീക്കനലൊക്കെ വെച്ചെടുക്കുമ്പോൾ അത് കഴിച്ചവർക്കറിയാം ഒരു പ്രത്യേക രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കുമ്പോൾ അപ്പോഴത്തേനും ബിരിയാണിയൊക്കെ നന്നായി വെന്ത് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ദമ്മിടുന്ന സമയത്താണെങ്കിൽ ബിരിയാണിയൊക്കെ ഒരു 85% ഒന്ന് വെന്താൽ മതി കേട്ടോ. നന്നായി കണ്ട് വെന്ത് ഇതാവരുത്. പിന്നെ ദമ്മിടുമ്പോൾ അത് നന്നായി വെന്ത് കുഴയും. അപ്പോൾ കുറച്ച് വെന്താൽ മതി, നല്ല വേവാവരുത്. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടണ ഒരു ഭാവമാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഊറ്റിയെടുത്തിട്ട് ദമ്മിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ബിരിയാണിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല മണമാണ്. നമ്മൾ ബിരിയാണി ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല ബിരിയാണിയുടെ മണം വീട് മുഴുവനും പരക്കും. ഇനി ഇതാ കുറച്ച് കച്ചമ്പറും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇതിന് കച്ചമ്പർ എന്നാണ് കേട്ടോ പറയുക. ചില സ്ഥലത്ത് ഇത് സർലാസ് എന്നൊക്കെ പറയുമല്ലോ. ഞങ്ങളിവിടെ കൂടുതലായിട്ടും ഇതിന് കച്ചമ്പർ എന്നാണ് പറയുക. പിന്നെ കുറച്ച് ഇതാ ചില്ലിയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇതാ ഇതുപോലെ ചില്ലിയാക്കിയിട്ട് പൊരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് റെസിപ്പി വേണ്ടവർ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. എല്ലാം കൂടി ആകുമ്പോൾ ഇതിങ്ങനെ കുറേ നീണ്ടു പോകുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പിന്നെ ഞാനായിട്ട് ഇനി കൂടുതലായിട്ട് വെക്കണില്ല, അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായി മൊരിയിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ കൂടുതലും കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഒന്നും ഇടാറില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായ രീതിക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല മുരിഞ്ഞ ചിക്കൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ചിക്കനും ബിരിയാണിയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇന്നലത്തെ ആ തലവേദനയുടെ ആ ഒരു ക്ഷീണം ഇന്നൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ചില്ലി ചിക്കനും ബിരിയാണിയും പിന്നെ അതുപോലെ ഒരു പായസവും അങ്ങനെ പപ്പടവും പഴം ഉണ്ടായിരുന്നു കേട്ടോ. പഴം വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.